ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ? സൺഡേ ഒക്കെ ആയതുകൊണ്ടേ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ബോറടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഡിന്നർ പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടിൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, വെജ് റെസ്റ്റോറൻ്റ് ആണ്. നല്ല വെറൈറ്റി മസാല ദോശ കിട്ടും ഇവിടെ, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് വിട്ടു, ഓടിപ്പോയി കൈയൊക്കെ കഴുകി ഒരു സീറ്റ് വിളിച്ചു. കാരണം ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാട്ടോ. ഇവരുടെ മെനുവിൽ ആദ്യം മൈസൂർ മസാല ദോശ കേട്ടോ ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അത് തന്നെ അങ്ങ് ഓർഡർ ചെയ്യാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ഓർഡർ ചെയ്തു. സാധനം വന്നു. മസാല ദോശ 3-4 പീസൊക്കെ ആക്കിയിട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിങ്ങനെ തന്നെയാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇത് ഓരോ പീസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ചട്നിയൊക്കെ കൂട്ടി കഴിക്കുക. എങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് കഴിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് ഈ കാണുന്ന പീസൊന്നും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് മസാലയാണ്, നല്ല എരിവാണ്. സൂക്ഷിച്ച് കഴിക്കണം, കാരണം ഇത് കഴിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഒരുപാട് ടൈം എടുത്ത് ഇത് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ സൈഡായിട്ട് ഞങ്ങൾ 2 കോഫിയും കൂടെ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി കോഫി ആയിരുന്നു. ആൾ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ആ പൂരിക്ക് ഓർഡർ ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുടെ ബാലൻസ് വന്നിരുന്ന മസാല ദോശേൻ്റെ പീസൊക്കെ എനിക്ക് ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് ശരിക്കും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഗൈസ് തിന്നുന്നത്, അതുപോലത്തെ എരിവായിരുന്നു. അങ്ങനെ ആൾ ഓർഡർ ചെയ്ത പൂരി വന്നു കേട്ടോ. നല്ല വലിയ പൂരി ചൂടോടുകൂടി കേട്ടോ കിട്ടിയത്. ഒരുപാട് ഡിലേ ഒന്നും വന്നില്ല, ഞങ്ങൾക്ക് വേഗം തന്നെ കിട്ടി. പക്ഷേ ആൾ പൂരി കഴിച്ച് കഴിഞ്ഞിട്ടും ഞാൻ ഇതുവരെ മസാല ദോശ തിന്ന് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഭയങ്കര എരിവായിരുന്നു. ഒരു വിധത്തിൽ ഞാനത് കഴിച്ച് തീർത്തിട്ട് ഇപ്പം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.